ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ അച്ചാച്ചൻ ഇന്ന് ഗൾഫിൽ നിന്നും വരികയാണ്. ഞങ്ങളുടെ അച്ചാച്ചന്റെ 50 വർഷകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അച്ചാച്ചൻ നാട്ടിലേക്ക് വരികയാണ്. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇന്ന് പുലർച്ചെ 3:40 ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം ഒരു 5:20 ആയപ്പോൾ കൊച്ചി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അച്ഛനെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ നിത്തുട്ടിയാണ്. അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. ചന്ദനക്കുറി തൊട്ട് ഗോൾഡൻ കളറിലുള്ള നല്ല ലാച്ചിയിട്ട് സുന്ദരിയായി അച്ഛനെ വരവേൽക്കാൻ നിൽക്കുകയാണ്. അവൾ വളരെ ത്രില്ലിലാണ്. അച്ഛൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് ഫോണിലൂടെ അവളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷത്തിലാണ്. അച്ചാച്ചന്റെ ഫ്ലൈറ്റ് ഇവിടെ എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ നിത്തുട്ടി അച്ചാച്ചനെ തിരഞ്ഞ് എയർപോർട്ട് മുഴുവൻ ചുറ്റിക്കറങ്ങുകയും അച്ചാച്ചൻ എവിടെയെന്ന് എപ്പോഴും ചോദിക്കുകയുണ്ട്. അച്ചാച്ചന് വേണ്ടി ഒരു ബൊക്ക ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീണ്ടൊരു മണിക്കൂറിലെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ പുറത്തു നിന്ന് അച്ചാച്ചൻ വരുന്നതായി കണ്ടു. ഞങ്ങൾ എല്ലാവരും കൈകൊണ്ട് കാണിച്ചു. കൂടെ നമ്മുടെ നിത്തുട്ടിയും. അച്ഛന് ബൊക്ക കൊടുക്കണം എന്നുള്ള ഒറ്റ നിർബന്ധമേ നിത്തുട്ടിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിനായി ഞങ്ങളുടെ കയ്യിൽ നിന്നും അവൾ ബൊക്കെ തട്ടിയെടുത്തു. ഇങ്ങനെ അച്ഛൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. ലഗേജുമായി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. അച്ഛൻ വളരെ സന്തോഷത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഞങ്ങൾ എല്ലാവരും കൂടി ബൊക്ക കൊടുത്തു. കൂടെ നിത്തുട്ടിയും. അച്ഛന് വളരെയധികം സന്തോഷം തോന്നി. ആ ഒരു നിമിഷം ഞങ്ങൾക്കും. ഞങ്ങൾ അച്ഛനെയും കൂട്ടി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. നേരം വെളുക്കുന്നതേയുള്ളൂ. അച്ഛൻ ഇന്നലെ വൈകിട്ട് 5:30 ഫുഡ് കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാലക്കുടിക്കടുത്തുള്ള ശരവണ ഭവനിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സ്വീറ്റ്സ് അവിടെ കണ്ടു. ഞങ്ങൾ മസാല ദോശയും വടയുമാണ് കഴിച്ചത്. ഏകദേശം ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ വീടെത്തി. അച്ഛൻ ഫ്രഷ് ആയതിനു ശേഷം അച്ഛൻ കൊണ്ടുവന്ന പെട്ടി പൊളിക്കുന്നതിന്റെ തിരക്കിലാണ് ഞങ്ങൾ. നിത്തുട്ടിയാണ് മുമ്പിലുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ പെട്ടി പൊളിച്ചു. ആദ്യത്തെ മിഠായി പാക്കറ്റ് തന്നെ നിത്തുട്ടി എടുത്തോടി. വളരെ സ്മാർട്ടായി തന്നെ. ഒരുപാട് സാധനങ്ങൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പെട്ടിയും ഞങ്ങൾ പൊളിച്ചു. വാച്ചുകൾ, കളിപ്പാട്ടങ്ങൾ, സ്പ്രേകൾ, ഡ്രസ്സുകൾ, മാലകൾ, കമ്മലുകൾ, ചെരുപ്പ്, മേക്കപ്പ് സെറ്റ്, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കൂടാതെ ഇനി ഒരു പെട്ടിയും കൂടെ വരാനുണ്ട് കൊറിയറിൽ. കുട്ടിക്ക് വേണ്ടത് അവൾ തന്നെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അവൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് അവൾ കണ്ടുപിടിച്ചു. ചെമ്മരിയാട് ഡ്രം കൊട്ടുന്ന ഒരു ടോയ് ആണ്. പിന്നെ എഴുതി പഠിക്കാനും ചിത്രം വരയ്ക്കാനും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്ലേറ്റ് അവൾ കയ്യിലാക്കി.
ടാറ്റാ.